ഞാൻ സുബ്രഹ്മണ്യ മാസ്റ്റർ അർവതി ഗ്രാൻഡ് സയൻസ് ക്ലബിൻ്റെ സാരഥി ആണ്. മൊബൈൽ നമ്പർ 8130623770. ജീവിത സത്യങ്ങൾ തുടരുന്നു. ഏതുപോലെയാണോ പുഷ്പങ്ങളിലേക്ക് ചിത്രശലഭങ്ങളും വണ്ടുകളും ആകർഷിക്കപ്പെടുന്നത്, അതേപോലെയാണ് ഇണകളെ തേടി മനുഷ്യരും ആകർഷിക്കപ്പെടുന്നത്. ഇത് ഒരു ദൈവീകതയാണ്. ഇങ്ങനെ ഒരു പ്രണയവാസന ഇല്ലായിരുന്നെങ്കിൽ ജീവജാലങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കുകയില്ല. ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് പ്രണയം അത്യന്താപേക്ഷിതമാണ്. ആ പ്രണയങ്ങൾ സത്യസന്ധമായി നിലനിർത്തേണ്ടതും കൊണ്ടു നടക്കേണ്ടതും മനുഷ്യ സമൂഹം തന്നെയാണ്. മൃഗാദികളിലും ഈ പ്രണയ വാസന ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. തിമിംഗലങ്ങൾ അത് പുറപ്പെടുവിക്കുന്നതായിട്ടുള്ള ശബ്ദ തരംഗങ്ങളിലൂടെയാണ് വളരെ അകലെയുള്ളതായിട്ടുള്ള ഇണയുമായി സംവാദത്തിൽ ഏർപ്പെടുകയും അവർ തമ്മിൽ സംയോജിക്കുകയും പുതിയ ജനത ഉണ്ടാവുകയും ചെയ്യുന്നത്. അങ്ങനെ തന്നെയാണ് മനുഷ്യരിലും. ഇങ്ങനെയുള്ളതായിട്ടുള്ള ഈ പ്രണയം അതിൻ്റേതായിട്ടുള്ള ശുദ്ധ മനസ്സോടുകൂടി ഉൾക്കൊള്ളുന്നവർക്ക് തീർച്ചയായിട്ടും അതിൻ്റെ മാധുര്യം അനുഭവിക്കുവാനായി കഴിയും. എന്നാൽ വ്യാവസായികവൽക്കരിക്കപ്പെട്ട ഈ ലോകത്ത് അങ്ങനെ മാധുര്യം നുകരാൻ തയ്യാറായി നിൽക്കുന്ന പ്രണയിനികളെ കൂട്ടിയോജിപ്പിക്കാൻ പോലും ഭൗതിക ശക്തികൾ അനുവദിക്കാറില്ല. തീർച്ചയായും പണ്ട് കാലങ്ങളെ പോലെയല്ല ഇന്നത്തെ സമൂഹം. ഓരോ കുടുംബത്തിലും ഒന്നോ രണ്ടോ കുട്ടികളാണ് ഉള്ളത്. ഇവരെ നല്ല നിലയിൽ പഠിപ്പിച്ച് നല്ല വിദ്യാഭ്യാസ സമ്പന്നമായ കുടുംബത്തിലേക്ക് അയക്കുക എന്നുള്ളതായിട്ടുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് മാതാപിതാക്കൾ ഇങ്ങനെ കുട്ടികളെ കൂടുതലായി സ്നേഹിക്കുന്നത്. എന്നാൽ പുറം ലോകവുമായിട്ടുള്ള ബന്ധത്താലും മീഡിയയുടെ പ്രവർത്തനത്താലും സിനിമാ ലോകത്തിൻ്റെ കടന്നുകയറ്റത്താലും എന്താണ് പ്രണയം എന്നറിയാതെ സിനിമയിൽ കാണുന്ന പോലെയുള്ളതായിട്ടുള്ള രീതിയിലുള്ള പ്രണയങ്ങൾ അവർ ജീവിതത്തിൽ കൊണ്ടുവരാനായി ശ്രമിക്കുന്നു. ഇന്നുവരെ ഏതൊരു സാഹിത്യകാരനോ കവിക്കോ 100% സത്യസന്ധമായി പ്രണയത്തെ കുറിച്ച് എഴുതുവാനായി കഴിഞ്ഞിട്ടില്ല. ഏകദേശം ഒരു 80%-90% വരെ സത്യസന്ധമായി എഴുതാൻ കഴിയുന്നുവെങ്കിലും ഒരു 10%
അജ്ഞാനമായിട്ടാണ് കിടക്കുന്നത്. ഈ അജ്ഞതയിലാണ് നമുക്ക് ഒന്ന് എത്തി നോക്കേണ്ടത്. യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി വേണം പ്രണയത്തിലേക്ക് ഏർപ്പെടാൻ. തുടരും.